ഇത് ചേച്ചിയുടെ വീടാ ചേച്ചി. ചേച്ചി ഞാൻ ഇപ്പൊ നിങ്ങളുടെ വീടിനകത്ത് ഇരിക്കുകയാണേ. ചേച്ചിക്ക് ഇവിടത്തെ വേണ്ടാത്ത സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തരുമോ, എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടേ. ഞാനാണെങ്കിലേ ഇവിടെ അറിയപ്പെടുന്ന ഒരു കള്ളിയാണ്. അപ്പൊ ഇവിടെ വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോവായിരുന്നു. മക്കളെ, ഇവിടെ നിന്റെ ട്രോഫി ഒക്കെ ഉണ്ട്, അത് നിനക്ക് വേണോ? ഞാനേ ഒരു ചാക്കി കെട്ടി എടുത്തോട്ടാ. ഏത് വീട്ടിൽ കയറിയാലും അവിടുത്തെ നമ്പർ തപ്പി ഇങ്ങനെ വിളിക്കും കേട്ടാ. അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രമേ എടുക്കൂ. ഞാന് മുകളിൽ ഒരു അണ്ടാവിനകത്ത് പെട്ടുപോയി. നീ മുകളിലോട്ട് വന്ന് എന്നെ ഒന്ന് തുറന്നു വിടുവോ? സംഭവം ഞാനാണെങ്കിലേ തട്ടുംപുറത്ത് എന്തെങ്കിലും ഉണ്ടാന്ന് അറിയാൻ വേണ്ടി കേറിയേ. അണ്ടാവിനകത്ത് ഇരിക്കുന്ന ചേച്ചി ഇപ്പം. നീ ഒന്ന് കേറി വാ. നീ എന്തോന്നത് ചത്തിട്ടേ വരുവുള്ള? അച്ഛനൊന്നും വിളിക്കല്ലേ മക്കളെ, അടി കിട്ടും ചേച്ചിക്ക്. നന്നായി മക്കളെ. ഞാൻ വന്ന കാര്യം നീ ആരടുത്തെങ്കിലും പറയോ? പറയല്ലേ, ഞാൻ നൈസായിട്ട് വന്നിട്ട് ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ എടുത്തോണ്ട് പോണ. നിന്റെ കയ്യിലേ ഈ പഴയ ക്ലാവ് പിടിച്ച പഴയ സ്വർണം വല്ലതും ഉണ്ടാ? പഴയതാകുമ്പോ അത്ര വിലയൊന്നും കിട്ടൂല, തരുവോ? നിനക്ക് ഈ വീട്ടില് വലിയ വില വല്ലതും ഉണ്ടാ? ഒരു വിലയും തരാത്ത വീട് തന്നെ. എങ്കിൽ മക്കൾ ഒരു കാര്യം ചെയ്യും, ചേച്ചിയുടെ ചാക്ക് ഇവിടെ ഉണ്ട്, അതിനകത്ത് കയറിയിരി. ഇങ്ങനെ ഞാൻ കൊറേ വീടുകളിൽ കയറിയിട്ടുണ്ടേ. ഇപ്പൊ എന്റെ വീട്ടിൽ ഒരു 100 എണ്ണം ഉണ്ട്. വീട്ടിൽ ഒരു വിലയില്ലാത്തവരാണ്. നീ എന്നെ തുറന്നു വിടും, ഞാൻ അണ്ടാവിനകത്ത് കയറി ഇരിക്കുന്നു. തട്ടുംപുറത്ത് എത്തിയാ? തിരിഞ്ഞു നോക്ക്, ഞാൻ ബാക്കിലുണ്ട്. നീ ആരെ വിളിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത? ഇത് RJ അഞ്ജലിയാണ്, കൂടെ നിരഞ്ജനയുണ്ട്. പ്രാങ്ക് സ്റ്റാറിന്ന് വിളിച്ചതാണേ. ആണ്, ആരെയാണ് വിളിക്കേണ്ടത്? ഫ്രണ്ട് ആണോ? അപ്പൊ ഇതേ കാര്യം പറഞ്ഞ ഹസ്ബൻഡിനെ വിളിക്കട്ടെ? ആണോ? നോക്കാമേ. ശരി കേട്ടാ, ശരി, ഓക്കെ. ശരി മക്കളെ. അല്ല, കിച്ചുവേട്ടനല്ലേ? ചേട്ടന് കല്യാണം കഴിഞ്ഞതാണോ? മാട്രിമോണിന്ന് വിളിക്കുവാണേ. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിട്ട് വിളിച്ച. താല്പര്യമില്ലേ? കല്യാണം കഴിഞ്ഞതാണോ? ഞാൻ രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല. വൈഫ് എങ്ങാനും രജിസ്റ്റർ ചെയ്തതാണോ? മാട്രിമോണിയിലാണെന്നാണ് ചേട്ടാ വിളിക്കുന്നത്. മനസ്സിലാവൂലേ? അല്ല, വീട്ടിൽ ആരെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ചേട്ടാ, ഇത് ചേട്ടന്റെ വൈഫില്ലേ പ്രാങ്ക് സ്റ്റാർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെ വിളിച്ചതാ, അത് പറയാൻ വേണ്ടിട്ടാ വീണ്ടും വിളിച്ചത് കേട്ടോ. തിരക്കിലായിരുന്നോ? അയ്യോ, സോറി കേട്ടോ. വൈഫ് പറഞ്ഞിട്ട് വിളിച്ചതാണേ. ഒന്ന് ചിരിക്കോ? താങ്ക് യു. രാവിലെ തന്നെ കിട്ടി. ഓക്കെ, ശരി ശരി, ഓക്കെ കേട്ടോ, ശരി. ദാറ്റ്സ് ഓക്കെ. ശരി കേട്ടോ, ഓക്കെ.